ആ ശമ്പളം കിട്ടിയില്ലേടി? അതെ. ചേട്ടാ, അതെ എനിക്കൊരു 500 രൂപ വേണം. അതെ നൈറ്റിയൊക്കെ ചീത്തായി. അപ്പൊ അവിടെ കടയില് നൈറ്റിയും കൊണ്ട് ആൾക്കാർ വരും. അപ്പൊ അവരേത് വാങ്ങിക്കാനാണ്? എന്റെ അടുത്ത് പൈസ വന്നിട്ട് നീ പോയത്? നൈറ്റിയൊക്കെ ചീത്തായി ചേട്ടാ. ഒന്നുമില്ല, വീട്ടിലിടാനുള്ളതൊക്കെ മോശമായി. എന്റെ അടുത്ത് അവിടെ പൈസ? ചേട്ടാ, ഞാൻ 3-4 ദിവസം മുമ്പല്ലേ സാലറി തന്നത്. അതൊക്കെ തീർന്നു പോയി. ഞാൻ ചേട്ടനോടല്ലാണ്ട് പിന്നെ ആരോട് ചോദിക്കും പൈസ? എനിക്ക് ശമ്പളം കിട്ടണത് മുഴുവൻ ചേട്ടനല്ലേ വാങ്ങിച്ചോണ്ട് പോണത്. ഇത് പോയ നീ ഒന്ന് കൈ ചോദിച്ചിട്ട് വരും. നിനക്ക് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ? കിട്ടിയില്ലേ? കിട്ടിയല്ലോ. ഉണ്ടോ? അത് അക്കൗണ്ടിലാണ്. അങ്ങനെ ആയിരുന്നില്ല കിട്ടിയിരുന്നത്, പിന്നെ ഞാൻ അക്കൗണ്ടിലോട്ട് മാറ്റിയത്. അക്കൗണ്ട് വഴിയാണ് പൈസ തന്നെ. ആ കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. ATM കാർഡ് ഇല്ല, അതവിടെ കിടന്നോട്ടെ അക്കൗണ്ടിലേ. നമുക്കൊരു ആവശ്യത്തിന് എടുത്താ മതിയല്ല. കളിക്കുന്ന പൈസ അതവിടെ കിടന്നോട്ടേന്നേ. നീ എന്താണ് കളിയാക്കാണ്? നീ കൊണ്ടുവരേണ്ടേ? ഞാനേ ഈ സാലറി കൊണ്ടെത്തന്ന് കിട്ടുമ്പോ തന്നെ 1 രൂപ പോലും എടുക്കാനാണ് ചേട്ടന്റെ കയ്യിലോട്ട് കൊണ്ടെത്തരുന്നത്. പിറ്റേ ദിവസം കൂടി ഞാൻ ചേട്ടന്റെ മുമ്പിൽ എന്ത് മേടിക്കണേ, ബസ് കാശിനാണെങ്കിലും ഒരു പാഡ് വാങ്ങിക്കാനാണെങ്കിലും ഒരു ആവശ്യങ്ങൾക്കാണെങ്കിലും ചോദിച്ചാൽ കിട്ടുമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ബസ് കാശ് പോലും ഒരു 10 പ്രാവശ്യം ചോദിച്ചാലാണ് ചേട്ടൻ എനിക്ക് തരുന്നത്. ഞാൻ എന്റെ ആവശ്യങ്ങൾ പോലും നടത്താൻ പറ്റണില്ല. ഞാൻ ആ കയ്യിലെ കിട്ടുമ്പോ തന്നെ കൊണ്ടുവന്ന് ചേട്ടന്റെ കയ്യിലോട്ട് തരുന്നോണ്ടല്ലേ. ഇപ്പൊ അക്കൗണ്ടിൽ കിടന്നോട്ടെ. അതാവുമ്പോ എനിക്കിപ്പോ ചേട്ടന്റെ കയ്യിൽ ദിവസവും വന്ന് ഈ പൈസ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എടി, നീ പണിയെടുക്കുന്ന പൈസ എനിക്കുള്ളതാണ്, നിന്റെ ശമ്പളം എനിക്കുള്ളതാണ്. അങ്ങോട്ട് തന്നാ മതി. ഇങ്ങോട്ട് ഇതിൽ വർത്തമാനം പറയാൻ നിൽക്കണ്ട. ഞാൻ ജോലി എടുക്കണ പൈസയല്ലേ, അതിന് എന്റെ അർഹത കഴിഞ്ഞിട്ടല്ലേ ചേട്ടനുള്ളൂ. എന്തായാലും ഞാൻ അധ്വാനിക്കണ പൈസയല്ലേ. ഞാനൊരു കാര്യത്തിനും അനാവശ്യമായിട്ട് ഞാൻ ആ കാശ് ചെലവാക്കണില്ല. അത് അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ചേട്ടന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയും. അപ്പൊ ഞാനത് എടുത്തു തരാം. ആവശ്യങ്ങൾക്കല്ലേ പൈസ വേണ്ടത്, അതാന്നേരം ഞാൻ എടുത്തു തരാം. എന്നോട് വൈരാഗ്യം കാണിക്കണ? ഞാനേ ചേട്ടനോടുള്ള വൈരാഗ്യം കൊണ്ടും ബുദ്ധിമുട്ടുകൊണ്ടൊന്നുമല്ല. എനിക്ക് തന്നെ ഒരു ആത്മാഭിമാനക്കുറവ് പോലെ തോന്നി. പല സ്ഥലത്തും എനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചേട്ടൻ്റെ കയ്യിൽ എത്ര പ്രാവശ്യം ചോദിച്ചാലാണ്? കാശില്ലാഞ്ഞിട്ടാണ് ഈ കുഴപ്പമില്ല. ചേട്ടൻ ആ കാശൻ്റെ ഇത് മേടിച്ചു വെച്ചിട്ട് എനിക്ക് തരാതിരിക്കല്ലേ ചെയ്യണത്. അപ്പൊ ഇനി തുടങ്ങി അത് വേണ്ട. ജോലി എടുക്കണ പൈസയല്ലേ, അതിൽ എനിക്കും കൂടി ഒരു അവകാശം വേണമല്ല. അവിടെ കിടന്നോട്ടെ. അപ്പൊ ചേട്ടൻ്റെ അടുത്ത് ഈ വന്ന് ഞാൻ ഈ കിടന്ന് ഇരക്കേണ്ട കാര്യമില്ല. ചേട്ടൻ ഈ അതായിരിക്കുന്നല്ലോ. ഞാൻ ഈ ദിവസം വന്ന് ചോദിച്ചു ചേട്ടന് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് കൂടെ ജോലി ചെയ്യണവരൊക്കെ അവരും പറഞ്ഞതാണ് നമ്മളെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി സേവ് ചെയ്യണം. പക്ഷെ ഞാനൊന്നും സേവ് ചെയ്തിട്ടില്ല. എന്റെ പേരിൽ ഒന്നും ഞാൻ സേവ് ചെയ്തിട്ടില്ല. ഇത്രയും നാളും പണിയെടുത്ത പൈസ മുഴുവൻ ഞാൻ ചേട്ടൻ്റെ കയ്യിലാണ് തന്നത്. അപ്പൊ അതെന്റെ അക്കൗണ്ടിൽ കിടന്നോട്ടെ. അത് കിടന്നു വിചാരിച്ച് ഒരു നഷ്ടവും വരാൻ പോണില്ല. ഒരു അനാവശ്യ ചെലവും ഞാൻ ചെയ്യൂല. ചേട്ടന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ പറഞ്ഞോ. ചേട്ടന്റെ മുമ്പിൽ കൈ നീട്ടി നിൽക്കണ്ട. ഞാൻ നിന്നതുപോലെ എന്റെ മുമ്പിൽ ചേട്ടന് കൈ നീട്ടിക്കൊണ്ട് വരൂല. ഉറപ്പുള്ള കാര്യം.